പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകന്റെ ദൈവമല്ലോ. പരമഗുരവേ നമഃ. മറിയപ്പള്ളി ശിവഗിരി യാത്രാസമിതിയുടെ രണ്ടാമത് തീർത്ഥാടനത്തിന് പ്രാരംഭം കുറിക്കുന്ന ഈ സഭയ്ക്ക് അധ്യക്ഷനായിരിക്കുന്ന ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ അവർ ഇന്നിവിടെ പദയാത്രാ സന്ദേശം നൽകുന്ന ഏറെ പ്രിയങ്കനായ യൂണിയന്റെ ജോയിന്റ് കൺവീനർ ശ്രീ ശശികുമാർ അവർ, സ്വാഗതം ആശംസിച്ച പ്രിയങ്കനായ ശാഖയുടെ സെക്രട്ടറി കൂടിയായ നമ്മുടെ പദയാത്രാ സമിതിയുടെ സെക്രട്ടറിയുമായ ശ്രീ സൈൻ ജൂറ്റി കാഞ്ഞിരപ്പള്ളി അവർ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ചെങ്ങന്നൂർ തിരുവനന്തപുരം മേഖലയുടെ കൺവീനർ യൂണിയന്റെ മുറിയായിക്കര ശാഖയിലെ പ്രസിഡന്റുമായ ശ്രീ സതീഷ് ശാന്തികൾ, പദയാത്രാ സമിതിയുടെ ചെയർമാൻ ശ്രീ എ കെ ബാബു അവർ, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വിഷ്ണു ബാലൻ, വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് പ്രിയാദേവി അവർ, വെൽഫെയർ ബോർഡിന്റെ സെക്രട്ടറി ശ്രീ ടി പ്രസന്ന, ധർമ്മഭരണ കേന്ദ്രത്തിലെ ശ്രീ കെ ആർ രഞ്ജിത്ത് അവർ, പദയാത്രാ സംഘത്തിന്റെ കോർഡിനേറ്റർമാരായ ശ്രീ പി ആർ രാജീവ്, ശ്രീ സജീവ് പർവതി, പദയാത്രാ സംഘത്തിന്റെ കൺവീനർ ശ്രീ പ്രസാദ്, ക്യാപ്റ്റൻ ശ്രീ ഷാജൻ മടത്തിക്കളം, ബഹുമാനായ ശാഖയുടെ വൈസ് പ്രസിഡന്റ് കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ പ്രമോദ് പ്രണവം ഉൾപ്പെടെ ഇന്ന് ഈ പദയാത്രയെ നയിക്കുന്ന പ്രിയങ്കരായ അതിന്റെ സാരഥികൾ, പദയാത്രയിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ ഗുരുഭക്തർ, വീണ്ടും ഒരു പുണ്യയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്.
പ്രത്യേകിച്ച് മറിയപ്പള്ളി ശാഖയിൽ നിന്നും ഗുരുതൃപാദങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് 1928 സർട്ടിഫിക്കറ്റ് വാങ്ങിയ കോട്ടയം യൂണിയനിലെ ഒന്നാമത്തെ ശാഖയാണ് ഈ മറിയപ്പള്ളി ശാഖ അല്ലെ. 26ാമത് ശാഖ. പിന്നെ 27 ചങ്ങനാശ്ശേരിയാണ്. പിന്നെ 28 പള്ളം തുറക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ആ നാഗമ്പടത്തിന്റെ തേമാവിൽ ചുവട്ടിൽ നിന്ന് സംഘടന പ്രവർത്തനം ആരംഭിച്ച മറിയപ്പള്ളി ശാഖ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ കഴിഞ്ഞ 1 വർഷമായി കോട്ടയം യൂണിയന്റെ ഒരു മുഖ്യ കാര്യദർശി എന്ന രീതിയിൽ യൂണിയന്റെ സേവകനാകാൻ സാധിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ മറിയപ്പള്ളി ശാഖ അറിയാം. അപ്പൊ അവിടെ നമ്മളിവിടെ വന്ന ഒരു ശാഖാംഗം എന്ന രീതിയിലും കൗൺസിലിങ്ങിനും പ്രഭാഷണത്തിനും ഒക്കെ വന്നുള്ള അറിവാണ്. പക്ഷെ സംഘടനാപരമായി ആ യൂണിയനെ സേവിക്കുമ്പോൾ 103 ശാഖകളെ നമ്മൾ വിലയിരുത്താറുണ്ട്. അപ്പോഴാണ് സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളിൽ, അത് ആത്മീയമായും ഭൗതികമായുമുള്ള കാര്യങ്ങളിൽ മറിയപ്പള്ളി ശാഖ മുൻനിരയിലാണ് എന്നുകൂടി അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനാപരമായ കാര്യങ്ങളിൽ ഉറച്ച മനോഭാവം, അതോടൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ അല്പം താമസിച്ചു പോയെങ്കിലും ശിബിർ തീർത്ഥാടന പദയാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചതും പുണ്യമാണ്. സൂചിപ്പിച്ചു, കോവിഡിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വീണ്ടും അതിന് പുനരാരംഭം കുറിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും ഈ ഒരു കുറവ് ഉണ്ടായിരുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ തരത്തിലും നമ്മൾ ആത്മീയമായും ഭൗതികമായും ഉണരുമ്പോൾ, ആത്മീയമായ ഉണർവെന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തിൽ അധിഷ്ഠിതമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ക്ഷേത്ര ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെയായി തുടർന്നു പോരുന്ന നമുക്ക് ഗുരുവിനെ അറിയുവാനും ഓരോ മനുഷ്യന്റെയും മനോമാലിന്യങ്ങളെ തുടച്ചു നീക്കി ഓരോ വർഷവും നവീകരണം നടത്തുവാനുമുള്ള യാത്രയാണ് തീർത്ഥാടന യാത്ര. ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുമ്പോൾ അത് എന്തിനുള്ളതാണ്? ശിവഗിരി തീർത്ഥാടനം ത്യാഗത്തിൻ്റെതാണ്. അതിലൂടെ അറിവ് നേടുവാനുള്ളതാണ്. കാരണം മനുഷ്യനായി ജന്മമെടുത്തത് എന്തിനു വേണ്ടിയാണ്? നാം മനുഷ്യനായി ജന്മമെടുത്തത് 1000 ജന്മങ്ങളുടെ സുഹൃതമാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. ആ മനുഷ്യ ജന്മത്തിൽ സ്വയം അറിഞ്ഞുകൊണ്ട്, ഈ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട്, ജീവജാലങ്ങളെ അറിഞ്ഞുകൊണ്ട്, എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പരമമായ ആ ആഴിയിലേക്ക് ലയിക്കുക. ഇവിടെ പ്രഥമ പ്രാർത്ഥനയിൽ അവസാനത്തെ അവരുകൾ മാത്രമാണ് ചൊല്ലിയതല്ലേ, അഴമേറും നിന്റെ മകസ്സാകുന്ന ആ ആഴിയിലേക്ക് ഞങ്ങളെല്ലാവരും ഒന്നാകണം. അതാണ് യഥാർത്ഥ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. കാരണം ഈ കാണുന്ന കോലാഹലങ്ങളൊന്നുമില്ല. ഇവിടെ വർണ്ണമില്ല, ഇവിടെ സ്വർണമില്ല, ഇവിടെ വലിപ്പമില്ല, ചെറുപ്പമില്ല. എല്ലാവരും ഒന്നായി ശ്രീനാരായണീയ ഗുരുവിന്റെ ധർമ്മത്തെ അറിയുന്നവരായി മാറുമ്പോഴാണ് നാം ഒന്നാകുന്നത്. അരുളുള്ളവനാണ് എന്ന ആ ധർമ്മബോധത്തിലൂടെ മനുഷ്യനെ കടത്തിവിടുവാൻ അഷ്ടവിഷയങ്ങൾ അറിയേണ്ടത് ആവശ്യമാണെന്ന് ഗുരു പറഞ്ഞു. തീർത്ഥാടനത്തിന്റെ ലക്ഷ്യമായി ഗുരു പകർന്നു നൽകിയതും അത് തന്നെയാണ്. നാഗമ്പടത്തിന്റെ ചരിത്രവും തീർത്ഥാടനത്തിന്റെ ലക്ഷ്യവുമൊക്കെ നിരവധിയായി പ്രഭാഷണ പരമ്പരകൾ ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഈ തീർത്ഥാടനത്തിന് പോകുമ്പോൾ അത് 2ാമത് തീർത്ഥാടനമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിരവധി തവണകൾ പ്രഭാഷണത്തിലൂടെ കേട്ടറിഞ്ഞത് അനുഭവിച്ചറിയലാണ് ഈ തീർത്ഥാടനം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 8 വിഷയങ്ങളും അനുഭവിച്ചറിയാനാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളിപ്പോ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പോകുന്നത്. സ്കൂളിലും കോളേജിലും ഒന്നുമല്ല. ഈ സമൂഹത്തെ അറിയുവാൻ, ഈ പ്രകൃതിയെ അറിയുവാൻ, ജീവജാലങ്ങളെ അറിയുവാൻ, ദുരിതങ്ങളും ദുഃഖങ്ങളും അറിയുവാൻ, സന്തോഷങ്ങൾ അറിയുവാൻ, അങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആ അനുഭവങ്ങളെ അറിവിലുമേറി അറിയുവാനാണ് ഈ തീർത്ഥാടനം. ഇത്രയും നാൾ അറിഞ്ഞു, ഇനിയും അറിവിലുമേറി അറിയാൻ പോവുകയാണ്. പോകുമ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന ഓരോരോ അനുഭവങ്ങളുമാണ് ഈ വിദ്യാഭ്യാസം. 2ാമത് പോകുന്ന വഴിയിൽ നാം പാലിക്കേണ്ട ശുചിത്വം. മലീമസമായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ തുപ്പിയിട്ടതും അപ്പിയിട്ടതും അങ്ങനെ പലതും കാണുമെന്നേ. ഇത് കാണുമ്പോൾ വീണ്ടും അവിടേക്ക് തുപ്പി മലിനപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. മുൻപേ പോയവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നാം ഇപ്പോൾ പോകുന്ന വഴിയിൽ അനുഭവിക്കുന്ന സുഖമായാലും ദുഃഖമായാലും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ആ മലീമസമായ അവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിച്ചാൽ ഇനി പിന്നെ വരുന്നവർ ആ ശുചിത്വ ബോധത്തിലൂടെ സഞ്ചരിക്കും. ഈശ്വരഭക്തി, ഇത്രയും നാൾ നമ്മൾ നാമ ജപം നടത്തി ക്ഷേത്രത്തിൽ പോയെങ്കിൽ ഈ ത്യാഗത്തിലേക്ക് പോകുമ്പോൾ അറിയാതെ ഉള്ളിൽ നിന്നും ഭഗവാനെ, ഈശ്വര, ഗുരുദേവ എന്നൊരു ഉള്ളിൽ നിന്നൊരു വിളിയുണ്ടല്ലോ, അത് ത്യാഗത്തിൽ നിന്ന് ആ ഉൾവിളി ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് എല്ലാം മറന്ന് നാം ഈശ്വരനെ വിളിക്കുന്നത്. സ്വയം നാം അറിയാതെ ആ ശ്രീനാരായണ മന്ത്രമുഖരിതമായി കടന്നു പോകുമ്പോൾ നമ്മൾ ഈശ്വര ഭക്തിയിൽ അലിഞ്ഞു ചേരും. പിന്നെയോ ആട്ടിൻപറ്റങ്ങളെ പോലെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അടിച്ചുവിട്ടിരിക്കുന്നത്? അവിടെ ഒരു സംഘടനാ ബോധമുണ്ട്. കണ്ടിട്ടുണ്ടോ? താറാങ്കൂട്ടങ്ങളെ, നമ്മൾ ആട്ടിൻകൂട്ടങ്ങളെ, നമ്മൾ താറാങ്കൂട്ടത്തെയാണ് കണ്ടിരിക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇതാ വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ളവർ, വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസമുള്ളവർ, വ്യത്യസ്തങ്ങളായ സാമ്പത്തികമുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് എന്ത്? സംഘടന. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന. ആ സംഘടനാ ബോധം പോയി വരുമ്പോൾ ഉണ്ടാവില്ലേ? അട്ടിൻപറ്റങ്ങളിലെ ഒരാട് പോലും അതിൽ നിന്ന് വേർപെട്ടു പോകാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആട്ടിനെ പോലെയാണ് ഈ ക്യാപ്റ്റനും മറ്റുള്ളവരും നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ സംഘടനാ ബോധത്തിന്റെ പടവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൃഷിയുടെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. പോകുമ്പോ തണലുകളും കുളിർമകളും കിട്ടുമ്പോഴാണ് കൃഷിയാണ് ജീവരാശിയുടെ നട്ടല്. ഒരു മരം നട്ടു വളർത്തിയാൽ തണലുമായി പഴവുമായി എന്ന ഗുരുവിന്റെ ആ നിർദ്ദേശത്തെ, തത്വത്തെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ നോക്കി നോക്കി അഷ്ടവിഷയങ്ങൾ ഓരോന്നും നമ്മൾ അനുഭവിച്ചു പോവുകയാണല്ലേ? പോകുന്ന വഴി നിങ്ങൾ അല്ലേ കച്ചവടത്തെ കുറിച്ച് നിങ്ങൾ സ്വയം അറിയും, കൈത്തൊഴിലുകളെ കുറിച്ച് അറിയും. അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാണ്. പോകുന്ന വഴി മൊബൈൽ ഫോണിന്റെ ചാർജ് ഒന്ന് തീർന്നാൽ മതി, സാങ്കേതിക ബോധം തന്നെ ഉണ്ടായിക്കോളും. ശരിയല്ലേ? ദൈവമേ, വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, മെസ്സേജ് വരുന്നില്ലല്ലോ. ഒരു അഭ്യർത്ഥനയുണ്ട്. പോകുന്ന വഴി ഇടയ്ക്ക് മെസ്സേജ് അടിക്കാതെ ഈ സാധനം ഒന്ന് സൈലന്റ് ആക്കിയോ സ്വിച്ച് ഓഫ് ചെയ്തോ മാറ്റി വെക്കണം. റെസ്റ്റ് എടുക്കുന്ന സമയം മാത്രം അത്യാവശ്യമുള്ളപ്പോൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യില്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയെ കുറയ്ക്കും. ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഈ അനുഭൂതികളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് തീർത്ഥാടന ലക്ഷ്യം. ആത്മീയമായ നിർവൃതി എന്ന് പറയുന്നത് കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം, രംഭം, ഈ 6 അവസ്ഥകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയ അനുഭൂതികളിൽ നിന്നുണ്ടാകുന്ന വിഷയ സുഖ ദുഃഖങ്ങളാണ്. ഈ വിഷയ സുഖങ്ങളിൽ നിന്ന് വിജയം നേടുക എന്നതാണ് തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. അല്ല നമ്മൾ പോയി ഭഗവാനെ കണ്ട് പോരുക എന്നതല്ല. അതുകൊണ്ടാണല്ലോ ഗുരു ചോദിച്ചത്, അവിടെ ചെല്ലുമ്പോൾ എന്ത് കിട്ടും? ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന മറിയപ്പള്ളി ശാഖ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യബോധത്തിലും മുൻനിരയിലായിരുന്നു. കൃത്യമായ ആ ചിട്ടവട്ടങ്ങളോടെ ഭഗവാൻ കൽപ്പിച്ചരുളിയ ആ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്ര. അങ്ങനെ നിങ്ങൾ ഈ തീർത്ഥാടന പദയാത്ര അവിടെ ത്യാഗപൂർണമായി ലക്ഷ്യബോധത്തിൽ ആ സ്വീകരിക്കുന്നതിന്റെ പുണ്യഭൂമിയിൽ, സ്വർഗഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദ നിർവൃതി ഉണ്ടല്ലോ, അതാണ് പരമാനന്ദം. ആ പരമാനന്ദത്തിന്റെ നിർവൃതിയിലാണ് വരും കാലങ്ങളിലേക്കുള്ള എല്ലാ തരത്തിലുമുള്ള എന്താ പറയുക പരമമായ സുഖത്തിന് വേണ്ടിയുള്ള ഒരു ഗുരുവിന്റെ അനുഗ്രഹം നേടി തിരിച്ചെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. കാരണം അടുത്ത പദയാത്ര 1 മണിക്ക് മറ്റൊരെണ്ണം തൃക്കോതമംഗലം പദയാത്ര അവിടെ ആരംഭിക്കാനുണ്ട്. അടുത്ത സാരഥി ഇവിടെ എത്തിയപ്പോ ഇനി ഞാൻ അങ്ങോട്ട് പോകാം. അപ്പൊ അത് കഴിയുമ്പോൾ പുറകിന് സാർ അങ്ങോട്ട് വന്നോളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പോ 6ാമത്തെ 6ാമത്തെയാണ്. അപ്പൊ ഇങ്ങനെ ഇന്ന് തന്നെ 10ഓളം പദയാത്രകളാണ് നാഗമ്പടത്തിന്റെ ഈ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് പോകുന്നത്. നാളെയും കൊണ്ട് 10ഓളം പദയാത്രകൾ, ദിവസങ്ങൾ കൊണ്ട്. സത്യത്തിൽ ഒത്തിരി സന്തോഷമാണ്. ശിവരിക്കുന്നിലേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടനം പുറപ്പെടുന്നത് കോട്ടയത്തിൽ നിന്നാണെന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. കാരണം ഈ സമൂഹത്തിന് മുഴുവൻ മാതൃകയാക്കിയാണ് ഗുരുവിന്റെ ദർശന സുഹൃതത്തെയും ഗുരുവിന്റെ ആ പുണ്യാനുഭൂതിയും പങ്കിടുന്ന ഈ നാഗമ്പടത്തിന്റെ ആത്മീയ പ്രസരണമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ സതീഷ് ഇരിപ്പുണ്ട്. ചെങ്ങന്നൂർ യൂണിയനിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒറ്റയ്ക്കുള്ളൂ 3 വർഷമായി. അപ്പോഴാണ് അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞപ്പോ നമ്മൾ നാഗമ്പടം പറയുമ്പോ നമ്മൾ പറയാറുണ്ട് പല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യന് കിട്ടണമെന്ന ഗുരുവിനോട് തീർത്ഥാടനത്തിന് അനുമതി വാങ്ങി. ഈ ആശയം വന്നത് എന്താണെന്നറിയാമോ?
മൂലൂരിന്റെ മനസ്സിലെ ആശയമാണ്. ഈ മൂലൂർ എവിടുത്തുകാരനാ? ചെങ്ങന്നൂരുകാരനാണ് കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത, മൂലൂർ സൗദത്തിൽ നിന്ന് പണ്ട് ആരംഭിച്ചതിന്റെ പ്രതീകമായി അങ്ങനെ പോരുന്നതല്ലാതെ ചെങ്ങന്നൂർ യൂണിയൻ രൂപീകരിച്ചിട്ട് 50 വർഷമായി. ഇപ്പോ അതിന്റെ സുവർണ ജൂബിലി ആഘോഷം തുടങ്ങുക. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ചെങ്ങന്നൂരിന്റെ മണ്ണിൽ നിന്ന് പ്രഥമ ശിവഗിരി തീർത്ഥാടന പദയാത്ര ഈ സരിശാന്തിയിലേക്ക് ആ ശാഖകളെല്ലാം സംയോജിതമായ സഹകരണത്തോടെ പ്രഥമ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ഉള്ളവന് ലഭിച്ചു എന്നതും ഈ മണ്ണിൽ എത്തിച്ചേർന്നതിന്റെ സുഹൃതമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു തോന്നലുണ്ടായത്. തീർച്ചയായും ഇതൊക്കെ ഭഗവാന്റെ കനിവാണ്. പ്രിയമുള്ളവരെ, അനുഭവിച്ചറിയുക. പറഞ്ഞറിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ത്യാഗോജ്വലമായ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ത്യജിച്ച് ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന ഉറച്ച മനോഭാവത്തിൽ ധാർമ്മികമായ ബോധത്തോടെ സഞ്ചരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദയാത്രയുടെ പുണ്യം നുകർന്ന് എല്ലാവരും പരമാനന്ദത്തിൽ ലയിച്ച് എത്തിച്ചേർന്നമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രണ്ടാമത് ശിവഗിരി തീർത്ഥാടന പദയാത്ര ഗുരുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മത്തിലേക്ക് പദയാത്രാ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കോട്ടയം യൂണിയൻ കൺവീനർ ശ്രീ വി ശശികുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഗുരുവിൻ്റെ പദകമലങ്ങളിൽ ഒന്നാണ്. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ശാഖയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ അനിയച്ചൻ അവരുടെ ഈ പദയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ധർമ്മ പതാക കൈമാറുകയും ചെയ്തിട്ടുള്ള സമാരാധ്യനായ കോട്ടയം യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൺവീനർ ശ്രീ സുരേഷ് കമ്മീഷണറുടെ, ഈ ശാഖയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ സൈജു കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവരുടെ, പദയാത്രാ സമിതിയുടെ ചെയർമാൻ ശ്രീ AK ബാബു, ക്യാപ്റ്റൻ MB ഷാജൻ, കൺവീനർ പ്രസാദ് TP, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനായിട്ടുള്ള മുറിയാനിക്കര ചെങ്ങന്നൂർ യൂണിയന്റെ മേഖലാ കൺവീനർ ശ്രീ സതീഷ് ശാന്തി, മറ്റ് വേദിയിൽ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുഭക്തരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം. ഞാൻ നല്ല ഇതായിട്ട് പ്രസംഗിക്കാനായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷനില്ല. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് ഇവിടെ വരാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. ഭഗവാന്റെ ഒരു നിയോഗം കൊണ്ട് ഇന്നലെ ഞാൻ ഡിസ്ചാർജായി ഇന്നിവിടെ വന്നു. ഞാനിവിടെ കോട്ടയത്ത് വന്നതിന് ശേഷം
നമ്മുടെ ആളുകളൊക്കെ പറയും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ പ്രാർത്ഥനയും ഫലമുണ്ടെന്നാണ് പറയുന്നത്. എന്റെ ചില വാക്കുകളൊക്കെ ശരിക്കും ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ടൊക്കെ അവരെന്നെ നേരിട്ട് ദ്രോഹിച്ചില്ലെങ്കിലും പരോക്ഷമായിട്ടൊക്കെ ദ്രോഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരെ കിട്ടുന്നില്ല. നിരന്തരമായിട്ട് ആശുപത്രിയിലൊക്കെയാണ്. ഇതിക്ക് മുമ്പ് അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ഈ കഴിഞ്ഞ 10 ദിവസവും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം സൈജി വിളിക്കുമ്പോൾ വരെയും ഞാൻ വരുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഞാനൊരു കള്ളം പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. അങ്ങനെയാണ് ഇവിടെ വന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, ശ്രീ സുരേഷ് പരമേശ്വരൻ അവர்களுം ഞാനുമാണ് ഈ യൂണിയന്റെ ഭരണകർത്താക്കൾ. അദ്ദേഹം കോട്ടയം യൂണിയൻ കൂടാതെ ചെങ്ങന്നൂരും തൊട്ടടുത്ത ഒരു യൂണിയൻ കൂടെ ഉണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് പോകേണ്ടതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ താളം തെറ്റി ഞാനിവിടെ ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എൻ്റെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളിവിടെ വന്നതിന് ശേഷം നമ്മുടെ ഓഫീസും ക്ഷേത്രവും എല്ലാം CC ക്യാമറയിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഭരണപരമായ കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചാളുകളൊക്കെ അറിയാം ഞാൻ ആശുപത്രിയാണ് സൈജിയിലെപ്പോഴാണ്. ഏതാണെങ്കിലും നല്ലൊരു പ്രസംഗത്തിനൊന്നുമുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ പോലും വന്ന സ്ത്രീക്കും ക്ഷണിച്ച സ്ത്രീക്കും എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ഞാനിവിടെ വന്നു പോയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ വാക്കുകൾക്ക് ഒരൽപ്പം കാഠിന്യം കൂടുതലാണെങ്കിലും ഞാൻ എല്ലാ കാലത്തും നിങ്ങളുടെ നാട്ടിലൊരു സംഘടനാ നേതാവൊന്നുമല്ല. ഞാനിങ്ങനെ പിന്നായം പോലെ വന്ന് ദാ വന്ന് ദൈവം എന്ന് പറഞ്ഞ പോലെ SNDP യോഗത്തിൽ നിന്ന് എപ്പോഴാണോ പറയുന്നത് ശശികുമാർ അടുത്ത യൂണിയനിൽ ചുമതല വഹിക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ലോകം കണ്ട ഒരുപാട് ഒളിമ്പ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. PT ഷോ തൊട്ടുള്ള ആളുകൾ. അങ്ങനെ ഒരു വലിയ ഓട്ടക്കാരത്തിയെ കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടക്കാരനായിട്ട് ഒരു ഒളിമ്പ്യനെ കണ്ടെത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ നല്ലൊരു ട്രെയിനർ വേണം, ഒരു പരിശീലകൻ വേണം. ഇതുപോലെ നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് നല്ല പരിശീലകന്മാരുടെ ഒരു അഭാവം ഉണ്ടോ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ ഒരു മരണമുണ്ടായി. ഈ ശ്രീനിവാസന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ഒരുപാട് സെലിബ്രിറ്റികൾക്ക് മമ്മൂട്ടി മരിക്കും, മോഹൻലാൽ മരിക്കും, ഞാൻ മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. നമ്മുടെ ആ മരണമൊന്നും ഒരു വിവാദമാകുന്ന ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ മരണത്തിന്റെ രീതിയിൽ മരണാനന്തര ചടങ്ങുകളായിട്ട് പോകും. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മരണാനന്തര ചടങ്ങ് സഹോദരയ്യപ്പന്റെ ആ മോക്ഷപ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോ നവമാധ്യമ രംഗത്ത് കുറെ ആളുകൾക്ക് ഉറക്കമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല ലോകം. കാരണം കുറെ ആളുകൾക്ക് ഉറക്കമില്ലായതുകൊണ്ട് ശ്രീനിവാസനെ വേറൊരു കാറ്റഗറി പെടുത്താനായിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ വേറൊരു കാറ്റഗറിയാണ്, അതല്ലെങ്കിൽ പിന്നെ മറ്റേ ഞാൻ പറയുന്നില്ല വാക്കുകളും ഇന്നത്തെ യോഗ്യ, അങ്ങനെ നമ്മളെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ട് തൃപ്തിയടയുന്ന ആളുകളുണ്ട്. ഇത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ടത്. ഗുരു നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാമോ, നല്ല പ്രസംഗമൊക്കെ കഴിഞ്ഞു. എങ്കിലും നാഗപ്പടത്ത് വെച്ച് ഭഗവാനോട് തീർത്ഥാടനത്തിന്റെ അനുവാദം ചോദിച്ചൊരു വേളയുണ്ടല്ലോ, പ്രാസംഗികന്മാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാണ്. ആ തീർത്ഥാടനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഭഗവാൻ ഇന്ന് ചിരിച്ച്. അങ്ങനെ ചിരിക്കുന്നതല്ല ഭഗവാൻ. ചിരിച്ചിട്ട് കൊള്ളാം, ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യമേ കയറി പറയത്തില്ല കൊള്ളാം. നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കുകയും ശാരദാദേവിയെ വന്ദിക്കുകയും ആവാം. ഇപ്പോഴും നമ്മൾ അവിടെ നിൽക്കണം. അത് പറയാനാണ് ഞാൻ പാടുപെടുന്നത്. ഭഗവാൻ ചിരിച്ചതെന്താണെന്ന് അറിയാവോ? നമ്മുടെ സ്വഭാവം തന്നെയാണ് ചിരിച്ചത്. തീർത്ഥാടനത്തിൽ തന്നെയാണ് പോകുന്നത്. കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദാദേവിയെ വന്ദിക്കുകയുമാവാം. ഇത്ര പാടുപെട്ട് അവിടെ പോകേണ്ട കാര്യമാണ്. എവിടെയാണ് ശാരദയുടെ സാന്നിധ്യം ഇല്ലാത്തൊരു സ്ഥലം? എവിടെയാണ് കുഴലിലുള്ള ഇല്ലാത്തത്?
അപ്പൊ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് ഭഗവാൻ കളിയാക്കിയാണ് ജീവിച്ചത്. കുഴൽ വെള്ളത്തിൽ കുളിക്കുകയും ശാരദാദേവി വന്ദിക്കുക. കാഷായത്തെ കുറിച്ച് നമ്മുടെ അഭിപ്രായം ചോദിച്ചല്ലോ. ഞങ്ങൾ ധരിക്കണമെന്നു പിന്നെയും കൃപയും ജ്ഞാനവും ഹരിതവും ചേരും മധുരഭാവന മനോജ്ഞവാണികൾ. അതിലൊക്കെ ഭഗവാൻ കോമഡി കൊണ്ടുവന്നു. എന്താണ് അത് അരച്ച് കുടിച്ചാന്നുള്ളതാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോ വസ്ത്രധാരണത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഭഗവാൻ ആധികാരികമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. അന്ന് മിക്കവാറും വീടില് 100 വർഷത്തിന് മുമ്പ് 98 വർഷത്തിന് മുമ്പ് ഒരു മുണ്ടുള്ള വീടുകൾ 90% ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഒരു വെള്ള മുണ്ടുള്ള വീട് 90% ഉണ്ട്. ആ വെള്ള വസ്ത്രം ആരും എടുക്കാറില്ല. തോർത്താണ് സാധാരണ ആളുകൾ കൃഷിപ്പണിക്കും പുറംപണിക്കൊക്കെ ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും പോകാൻ നേരത്തെ തോർത്ത് തുണി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറ അറിയില്ല, മുണ്ട് ഷർട്ടൊക്കെ വായ്പയായിട്ട് വാങ്ങിച്ച് കല്യാണത്തിൽ പോകുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞത് തിരിക്കും അല്ലേ? മുണ്ട് ചോദിക്കും കല്യാണത്തിൽ പോകാനാണ്, ആഭരണങ്ങൾ ചോദിക്കും, കമ്മല് മാല ഒക്കെ ചോദിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞങ്ങളെപ്പോലുള്ള ഒരു 50 കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാകും. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു 40-45 കൊല്ലത്തിന് മുമ്പൊക്കെ ഈ ഒരു രീതി ഉണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ വസ്ത്രധാരണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഉള്ള വെള്ള വസ്ത്രം മഞ്ഞൾ മുക്കി ഉടുത്താൽ മതി, അത് വീണ്ടും വന്ന് അരക്ക് തെളിച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞത് അന്നത്തെ ഭഗവാന്റെ ചെലവ് ചുരുക്കുക. അന്നത്തെ ഒരു ജീവിത സാഹചര്യം നമ്മളോട് പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്തു? അന്ന് ഭഗവാനെ നമ്മൾ മഞ്ഞ പുറപ്പിച്ച് കളഞ്ഞു. ഗുരുദേവന്റെ ശരീരധാരണ കാലത്ത് ഒരിക്കൽ പോലും മഞ്ഞ വസ്ത്രത്തിനോട് ഭഗവാന് താല്പര്യക്കുറവുള്ളത് കൊണ്ടല്ല. ഭഗവാൻ തൂവുള്ള വസ്ത്രം മാത്രമേ ധരിക്കുള്ളായിരുന്നു. ശ്രീലങ്കയിൽ പോകാൻ നേരത്തെ സിലോണിലുള്ള ഭക്തന്മാര്, അവിടെയുള്ള സന്യാസിമാര്, ശ്രീനാരായണ വിഭാഗത്തിലുള്ള എല്ലാ സന്യാസിമാരും തൂവുള്ള വസ്ത്രമാണ് അവിടെ ധരിക്കുന്നത്. അപ്പോ 10 മിനിറ്റ് പറയാമോ? എന്നെങ്കിലും ആവുമോ അല്ലേ? പാരയായിട്ട് വന്നെന്ന് പറയുന്നു. എനിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, പറഞ്ഞു പോകും. 10 മിനിറ്റ് പറഞ്ഞാൽ നിർത്തിക്കോളാം. അപ്പോ അവിടെയുള്ള ആളുകള് ഗുരുദേവൻ ആരാണെന്ന് ഇന്നത്തെ പോലത്തെ ദൃശ്യപത്ര മാധ്യമങ്ങളൊന്നുമില്ല. അവരെ ഒരു മഹാപുരുഷനെ കാണുമ്പോൾ അത് വർണ്ണിക്കുവാനും നമസ്കരിക്കുവാനായിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാരായിട്ടുള്ള ഭക്തന്മാർ ഗുരുവിനോട് പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് ശ്രീലങ്ക സന്ദർശിക്കുമ്പോൾ കാഷായം ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് ആരാണ് കാഷായം തരുന്നതെന്ന്? കാഷായം തരിക എന്ന് പറഞ്ഞാൽ സന്യാസം കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ ശൈലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഭഗവാനെ മഞ്ഞ ധരിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിവകാശി ചെന്നിട്ട് ഈ ചുണ്ടൊക്കെ ലിഫ്റ്റിക്കിട്ട്, നമ്മുടെ ഗുരുവൊന്നുമല്ല ആ ശില്പിയുടെ അച്ഛന്റെ പടമാണത്. നമ്മുടെ ഗുരു അങ്ങനെയൊന്നുമല്ല ഇരുന്നത്. അങ്ങനത്തെ ഒരു പടം കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറി എല്ലാം ആചാര്യവർമ്മ വരുന്ന ചിത്രങ്ങളെ കൊണ്ട് നടക്കുകയും പടിക്ക് പുറത്തുകൊണ്ട് ഗുരുദേവനെ കിട്ടുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പടിയുടെ പുറത്താണ് ഗുരുവിന്റെ സ്ഥാനം. പെരവാസ്വരി വന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ ചിത്രം നമ്മുടെ നല്ലത് നോക്കി പൂജാമുറി വെക്കത്തില്ല. ഈ തൊട്ടടുത്തുള്ള ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ അവന്റെ ഒരു വീടിന്റെ ഹൗസ് വാമിംഗ് നടത്തിയാലും അവന് വ്യവസായശാലയുടെ ഹൗസ് വാമിംഗ് നടത്തിയാലും 2 കാര്യം അവന് നിർബന്ധമുണ്ട്. ഒന്ന്, അവന്റെ ഇടവക പള്ളിയിലെ വിശുദ്ധന്റെ രൂപം വെക്കൂടെ. കൊണ്ട് കോമൺ ആയിട്ട് യേശുവിന്റെ വെക്കൂല. അതവൻ കോഴിക്കട തൊട്ട് ഈ ലോകത്ത് പ്രയോജനിക്കേണ്ടി ഉണ്ടാക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവന് വേറെ കാര്യമുള്ളൂ. മനസ്സിലായോ? നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ഗുരുവിന്റെ പടം വെക്കത്തില്ല. അവൻ വെക്കാൻ പോകുന്നതെന്നറിയാം. ഒന്ന് ഇന്നായില്ലാഹി വലില്ലാഹി റജൂൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അതിന്റെ ഇടക്ക് അതിനിപ്പുറത്തെ കുരിശു കൊണ്ടുവന്ന് നോക്കും. നടുക്കൊരു ഗണപതിനെ വെക്കും. അപ്പൊ തന്നെ ആളുകൾ കാര്യം മനസ്സിലാവും, ഒരു മതേതരനാണല്ലോ. അപ്പോ ഇവൻ അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല, ഇതിനെക്കുറിച്ച് ഈ ഇരിക്കുന്ന 3 കുറിച്ച് അവൻ അറിയത്തില്ല. മറ്റവൻ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാര്യം അവന്റെ വിശ്വാസമാണല്ല. കാരണം
ഗുരു നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അതിനാണ് ഞാൻ പറഞ്ഞിട്ട് വരുന്നത്. ഒരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം ചോദിച്ചപ്പോ വിശ്വാസമുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്, അല്ലേ? ശരിയാണോ? വിശ്വാസമുണ്ടോ? ഉണ്ട്. നന്നായി. പിന്നത്തെ ചോദ്യം നമ്മയും കൂടെ ചേർത്തിപ്പോ 5 പേരായെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ആളുടെ എണ്ണിക്കൂലി. അപ്പൊ അവരുടെ വിശ്വാസം വീണ്ടും പറഞ്ഞു. ഇപ്പൊ 5 പേരും, പിന്നെ 50,000 പേരും, പിന്നെ 50,000 പേരും, പിന്നെ ഈ തിരുവിതാംകൂറിൽ നിന്ന് 26 ലക്ഷം ശ്രീനാരായണ സമൂഹം, ആ 26 ലക്ഷവും വരുമെന്ന് പറഞ്ഞു. ഇപ്പോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പോണതല്ലേ. അന്ന് 5 മഞ്ഞക്കിളി എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളെ കുറിച്ച് ഇപ്പൊ സുരേഷ് സാറ് പറഞ്ഞു. 5 മോശസംഖ്യയല്ല. ഗുരുവിന്റെ പഞ്ചശുദ്ധി, ഗൃഹം, വസ്ത്രം, ദേഹം, വസനം, ആശയം എല്ലാം 5 5 ഇന്ദ്രിയങ്ങൾ. ഇപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് ഒന്നും ചെറുതല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഈ ലക്ഷ്യബോധമില്ലാതെ കണ്ട് ഇന്ന് സഞ്ചരിക്കുകയാണ്. 98 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അവിടെ നിന്ന് അനുവാദം കൊടുക്കുമ്പോ ഈ കേരളമില്ലെന്നേ, കേരളം രൂപപ്പെട്ടിട്ടില്ല. കേരളം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുണ്ട്, ഭാഷാടിസ്ഥാനത്തിലുണ്ട്, സ്റ്റേറ്റ് ആയിട്ടില്ല. ഇവിടെ ഉള്ളത് 3 രാജ്യങ്ങളാണ്, കൊച്ചിയും ബ്രിട്ടീഷ് മലബാറും തിരുവിതാംകൂറും. അത് തിരുവിതാംകൂറിന്റെ ഭാഗമുള്ളത് അല്ലേ ഈ നമ്മുടെ. അപ്പോൾ വരുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത്, 98 വർഷത്തിന് മുമ്പ് ഭഗവാൻ നാഗമ്പടത്ത് സന്നിധാനം ചെയ്യുമ്പോൾ ഈ കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല. കേരളം ഉണ്ടായിട്ട് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാകാം. ഇവിടെ പെട്ടുകാരി മാമുഞ്ഞമാരാണ് എല്ലാം ഉള്ളത്. ആന ഗർഭിണിയായാലും ഞമ്മളാണ് കുറച്ച് കിടക്കണം. ഇതില്ല. തിരുവിതാംകൂർ വേറെ, കൊച്ചി വേറെ, ബ്രിട്ടീഷ് മലബാർ വേറെ. എന്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരുവിതാംകൂർ അവസാനിക്കുന്ന എന്റെ തൊട്ടപ്പുറത്തെ പറമ്പില്ല, അരിവ് മുഖം കൊണ്ട് തീർന്നു. എന്റെ നാട്ടിലുള്ള മാമുമാരൊക്കെ കല്യാണം കഴിച്ച് അരിമുഖത്ത് വിട്ട് കഴിഞ്ഞാൽ പറയുന്ന രാജ്യത്തിന്റെ എത്തിയെറ്റാണ് എന്റെ മോളെ കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പത്തായിട്ട് ദേശം ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ഭഗവാന്റെ ആ കൈവരലുകൾ മടക്കിക്കൊണ്ട് അഷ്ടലക്ഷ്യത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ജനറൽ സെക്രട്ടറി പറഞ്ഞെടുത്തായിട്ട് ചിന്തിക്കണം. ജനറൽ സെക്രട്ടറി എങ്ങനെ കാണണം? ആദ്യത്തെ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഒരു വൈകാരികമായ തരംഗമാണ് SNDP യോഗം ഉണ്ടാക്കാനുള്ള കാരണം. എന്താണ്? സ്വന്തം നാട്ടിലെ BA ഓണേഴ്സ് പരീക്ഷ 1ാം റാങ്കിൽ പാസ്സായിട്ട് ഇവിടുത്തെ വരേണ്യവർഗമായിട്ടുള്ള രാജാവിന്റെ പ്രതിയായിട്ടുള്ള ദിവാൻ പേഷ്കാരുടെ ഒരു ജോലി ചോദിച്ചപ്പോ തിരുവിതാംകൂറിന്റെ സർവീസ് മാനുവൽ മറിച്ചു നോക്കിയിട്ട് പറഞ്ഞത്, ഈഴവനായ നിങ്ങൾക്ക് തിരുവിതാംകൂറിന്റെ സർവീസ് മാനുവൽ അനുസരിച്ച് ജോലി തരാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് ജോലിയായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന, രാജാവ് അംഗീകരിക്കുന്നത് കള്ളിയത്താണ്. 7 തെങ്ങ് കര ഒഴിവാക്കി തരാം. PA പരീക്ഷ പാസ്സായ ആൾക്ക് ചെത്ത. 5ാം ക്ലാസ് പാസ്സാകുന്നവൻ ഹൈസ്കൂൾ ഹെഡ് മാഷാകുന്ന കാലവും 5ാം ക്ലാസ് പാസ്സായാൽ മതി. അവൻ ഹൈസ്കൂൾ ഹെഡ് മാഷായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. ആ കാലത്ത് BA പരീക്ഷ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളോട് പറഞ്ഞതാണ്, ഈഴവനായ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി തരാൻ നിർവാഹമില്ല. 7 തെങ്ങ് കര ഒഴിവാക്കി തരാം. BA പാസ്സായത് കൊണ്ട് ചെത്തുന്ന കത്തിക്ക് പൊന്നു കെട്ടിക്കുമെന്ന് പറഞ്ഞു. ശശികുമാർ പറയുന്നതല്ല, SNDP യോഗത്തിന്റെ ആസ്ഥാനത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ദുഃഖത്തിൽ നിന്നുകൊണ്ടാണ് SNDP യോഗം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അകത്ത് അദ്ദേഹം വിൽപ്പത്രം എഴുതിയപ്പോ പറഞ്ഞായിരുന്നു, SNDP യോഗത്തിന്റെ ബൈലോ ഉണ്ടാക്കുമ്പോൾ ഗുരുവാണ് ഒപ്പിട്ടിരിക്കുന്നത്, ഈഴവരുടെ വൈദികവും ലൗകികവും ആധ്യാത്മികവുമായ ശ്രേയസിനും പ്രേയസിനുമായിട്ട് ഉണ്ടാക്കിയതാണ് SNDP യോഗം. കേട്ടോ, ഇതിപ്പോ വന്ന് പണ്ടൊരു കഥ കേട്ടല്ലോ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞിട്ട് മഹാബലി തമ്പുരാന്റെ ഇടയ്ക്ക് വന്ന് 3 അടി മണ്ണ് യാചിച്ചു വാങ്ങിച്ചിട്ട് മഹാബലിനെ പാതാളത്തായിട്ട് ചവിട്ടിച്ച ഒരു കഥയുണ്ട്. എന്നിട്ട് വർഷത്തിൽ 1 പ്രാവശ്യം അദ്ദേഹം വരുമ്പോ നമ്മൾ എല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടി ഇല്ലതാനും. ഒരാൾക്ക് ഒരു ആപത്തില്ലെന്ന് പറഞ്ഞ് 5 വർഷം വരുമ്പോ ഓരോ ഇലക്ഷനും വരുമ്പോ നമ്മളെ ചുമന്നുകൊണ്ട് കിടക്കുകയാണ്. ആമോദത്തോടെ വോട്ട് ചെയ്ത് മതേതരത്വം പറഞ്ഞേ. ഇപ്പൊ മതേതരത്വത്തിന്റെ 3 അടി അളന്ന് നമ്മളെ മേടിച്ചിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ചവിട്ടി പാതാളത്തിൽ താത്തി പറയും.
പിന്നെ ആളൊന്നുമില്ല, എല്ലാത്തിനും ഉള്ള ആളുകൾ ഇല്ല. വംശനാശ ഭീഷണിയിലാണ്, ചവിട്ടി പാതാളത്തിൽ തത്തിക്കളയുന്നത്. ഇതൊന്നുമുള്ള ബോധം നമുക്ക്, ആ ബോധം വരുത്തുന്നതിന് ആളായി നിന്ന പരമാചാര്യനെ നിങ്ങൾ പ്രാപിക്കണം. നമുക്ക് ബോധത്തിലായിട്ട് പോകണം. ജനാധിപത്യം വരുമ്പോ അവിടെയാണ് അഷ്ടലക്ഷ്യത്തിലായിട്ട് ഞാൻ വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അഷ്ടലക്ഷ്യത്തിലോട്ട് വരാൻ പോകുന്ന മതേതരത്വത്തിന്റെ മയക്കുപടി കൊണ്ട് പാതാളത്തിലോട്ട് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാക്കന്മാരായിട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പാർട്ടികളിലും, ഇന്ന പാർട്ടിയൊന്നുമില്ല, എല്ലായിടത്തും. നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഭഗവാൻ അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോ ആ അഷ്ടലക്ഷ്യം എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര പരിശീലനം. 98 വർഷങ്ങൾക്ക് മുമ്പ് ഈ 8 കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഘടിത ശേഷി ഉണ്ടായിരുന്നു? നമ്മളെക്കാളും വളരെ പിന്നിലായിരുന്നു എല്ലാവരും. നമ്മൾ നിസ്സാരക്കാരൊന്നുമല്ല. 113 കൊല്ലത്തിന് മുമ്പ് നാഗമ്പട തപ്പനോടെ പ്രതിഷ്ഠിക്കുമ്പോ ഇവിടെ വേറെ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ക്ഷേത്രങ്ങൾ മുട്ടിട്ട് വഴി നടക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ്. സ്വന്തം കുഞ്ഞിനെ പാമ്പ് കടിച്ച് മരിക്കാൻ പോയി കഴിഞ്ഞാൽ വിഷകാരിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ അമ്പലിരിക്കുന്നുള്ള കാരണത്താൽ വഴിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്ന, നിരോധനം ഏറ്റുവാങ്ങിയിരുന്ന ഒരു സമൂഹത്തിലെ പിന്മറക്കാരാണ് ഞാൻ. സ്വന്തം കുഞ്ഞിനെ പാമ്പ് കടിക്കുമ്പോ വിഷകാരിക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഒരു ദേവതകളും പിടികേറ്റില്ലായിരുന്നല്ലോ, കേട്ടായിരുന്നോ? അതുകൊണ്ടാണ് ആശാൻ പറയുന്ന ആരാധന അത് ഓർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്നാണെന്നേ. ഞങ്ങളാരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മള് ദൈവമാണോ എന്ന് ചോദിക്കുന്നത്, ദൈവത്തെ ശൈത്യമാണോ എന്ന് ചോദിക്കുന്നത് ദൈവനെ കാണുന്നത്. നമ്മൾ കണ്ട ദൈവം ഇരിക്കുന്നത് എന്താണ്? ആശാൻ പറഞ്ഞില്ല, നമുക്ക് സ്വാചരെ നിയതമീ ഗുരുവാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തി ഇല്ലാതെ ആർക്കും കുശലമാമോ? കുശലമാകുകയല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിപ്പോ ഇവിടുന്ന് 2ാമത് പദയാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ ആലോചിച്ചോ. തീക്കാറ്റ് പോലെയുള്ള മാറ്റങ്ങൾ വരും. തീക്കാറ്റ് പോലെ മാറ്റങ്ങൾ വരും. എന്താണെന്നറിയാവോ? ഇത് അങ്ങേ തിരുവള്ളൂറിയൊരൻപിൻ യോഗം. ഇത് നിസ്സാരമൊന്നുമല്ല. അവിടുത്തെ തിരുവള്ളൂരിൽ നിന്നും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഉത്കർഷത്തിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള യോഗമാണിത്. ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം. നമുക്ക് നല്ലത് വരാൻ പോകുന്നത് നമ്മുടെ സന്തതി പരമ്പരകൾക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അഷ്ടലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഭഗവാൻ ആദ്യത്തെ കൈവരൽ മടക്കി നമുക്ക് നിർദ്ദേശം തന്നത്. വിദ്യാഭ്യാസം മുഴുവൻ ഇരിക്കുന്ന ആടെ കയ്യിലാണ്. നിങ്ങളൊരു നിമിഷം ചിന്തിച്ച് ശശികുമാരൻ തെരു പറഞ്ഞു വന്നിട്ട് പോയിരുന്നുണ്ട്. ഞാൻ വന്നിട്ട് പോയപ്പോ നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് ആളുകൾ വരും. ഇയാളെഞ്ഞി മേലെ വിളിക്കുന്നു പറയണ്ട, നിങ്ങൾ വിളിക്കൊന്നും വേണ്ട, എനിക്കൊരു നിർബന്ധവും. ഈ ലോകത്തോടെ കത്തെല്ലാം പോസ്റ്റ്മാൻ വായിക്കാൻ പറ്റുമോ? പോസ്റ്റ്മാന്റെ ജോലി എന്നാൽ കത്തുകൊണ്ട് കൊടുക്കലാണ്. എനിക്ക് എല്ലാ കത്തും വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നെ വിളിക്കാൻ വേണ്ട കേട്ടാ, നിർബന്ധമൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം മുഴുവൻ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അറിയണത് 45,000 വീടുണ്ട് ഇവിടെ കോട്ടയം യൂണിയൻ മാത്രം. 45,000 വീട്, 3.5 ലക്ഷം അംഗങ്ങൾ, 103 ശാഖകൾ. ഇവിടെ എല്ലാം എത്രയെന്ന് അറിയാമോ? ഇല്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പാട്ടുണ്ട്, റാഗി പറക്കുന്ന ചെമ്പരിന്തേ നീയണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ട് വിളക്കും കണ്ടു, കടൽത്തിലെ കണ്ട് കപ്പൽ കണ്ടെന്ന് പറഞ്ഞ പോലെ അവിടെ ആർക്കും വേണ്ടാത്തൊരു കോളേജുണ്ട്. എവിടെയാണെന്നറിയാം? കുമരകത്തിൽ കോളേജുണ്ട്. ചെല്ലി പട്ടിക്കാട് പോലെ അവിടെ. പിന്നെ നമ്മുടെ അയാൾ മരിച്ചുപോയി, അയാളെ വേരായില്ല. അയാൾക്ക് സർപ്പയറ്റം നടത്താം. ഈ രാജ്യത്തുള്ള മുഴുവൻ പാമ്പ് കൂടെയുണ്ട്. ഇതാണ് നമുക്കുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇവിടെ ആനയും തലയെടുപ്പുള്ള കൊമ്പന്മാരാണ് ഇരിക്കുന്നത്. ഇല്ല, അവരുടെ ചൂണ്ടുവരലാണ് മൊത്തം നിൽക്കുന്നത്. ഇവർക്കൊന്നും ഒരു കോപ്പും കൊടുക്കത്തില്ല ആളുകൾ. കാര്യം എന്നറിയാം, നമ്മളെല്ലാത്തിലും എന്നാണോ ചിഹ്നം കുത്തികളായിട്ടുള്ളത്, ഏത് ചിഹ്നത്തിന്റെ ഈഴവും കുത്തുകൂടെ സ്വന്തം തർക്കമായി. ജനാധിപത്യം നമ്മൾ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ചെയ്തെടുത്തിട്ട് മകൻ ചെയ്യുന്നത് വേറെ. പിന്നെ നമ്മളാർക്ക് വേണം? നമുക്ക് സ്വന്തമായിട്ട് ജയിക്കാനുള്ള വാടിപ്പോലും നിങ്ങളെ സ്ഥാനാർത്ഥികളാക്കത്തില്ല. കാര്യം എന്താ? നിങ്ങളുടെ വോട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ആർക്കാണ് വോട്ട് കിട്ടുന്നത്?
പേര് നോക്കിയാണ് അവൻ ജയിക്കും, MLA ആകും, MP ആകും, മുനിസിപ്പൽ കൗൺസിലർ ആകും, പഞ്ചായത്ത് മെമ്പറാകും. ഇതാണ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആരും സഹായം ചെയ്യത്തില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം മുഴുവൻ സംഘടിത ആളുകളുടെ കൈവശമായി. ഇത് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ ജനറൽ സെക്രട്ടറിനെ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ SSLC പേപ്പറിൽ ഹിന്ദു ഈഴവ എന്ന് എഴുതി വെച്ച SNDP യോഗം പറഞ്ഞിട്ടാണ് 1928 ഞാനിത് പറയുന്നത്. ആരും വിഷമിക്കണ്ട. ഇതിന്റെ അകത്ത് ഗുരു പറഞ്ഞിട്ടുണ്ട് സംഘടന നമ്മുടെ സംഘടനയാണ്. SNDP യോഗമാണ് സംഘടന നമ്മളെ സംബന്ധിച്ച്. ആ സംഘടനയെ കുറിച്ച് കൂടെ തിരിച്ചറിയുവാണ്. SSLC ബുക്കില് ഹിന്ദു ഈഴവ എന്ന് SNDP പറഞ്ഞിട്ട് എഴുതാനല്ല. കാര്യം എന്താണ്? ഗുരുദേവൻ മഹാസമാധിയായത് 1928 19 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1947 56 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 56 ഉള്ളിലാണ് BR അംബേദ്കർ ഭരണഘടന എഴുതുന്നത്. ഭരണഘടന എഴുതിയപ്പോ ജാതിക്കാണ് സംവരണം ആണല്ലേ? ഭരണഘടനയിൽ ജാതിക്കാണ് സംവരണം. എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം പാർലമെന്റിലും പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഈ ജന്മത്തവരാരും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പാർലമെന്റിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് സംഘടനാപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. സംഘടനാപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന എന്താണെന്നറിയാമോ? ഈശ്വരഭക്തി കിട്ടിയിട്ടുണ്ട്. ഈശ്വരഭക്തിയുണ്ട്. കാര്യം എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആരാധനാലയത്തിൽ ഇതര ആരാധനാലയത്തിൽ പോകുന്ന ആളുകാരാണ് ചോദിച്ചാൽ നമ്മളാണ്. എവിടെയൊക്കെ ആരാധനാലയം ആർക്കൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഓടി നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകാരാണ് നമ്മളാണ്. അതേതായാലും നമ്മൾ ശിരസ വഹിക്കുന്നുണ്ട്. പിന്നെ സംഘടന നമുക്കില്ല. നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ കുടുംബ യൂണിറ്റ് കൂടി കഴിയുമ്പോൾ വർക്കലേശ്വരി ശാരദ ബാഹിമ കേട്ടാ. വർക്കലേശ്വരി ശാരദ ബാഹിമ. ആരെങ്കിലും ചോദിക്കുന്നു ഭഗവാൻ ശാരദനെ എവിടെയാണ് പ്രതീക്ഷിച്ചതെന്ന് ചോദിച്ചാൽ വർക്കലേശ്വരി ശാരദ ബാഹിമ. പിന്നെ മരണ വീട്ടിൽ പോയി നിന്ന് പ്രാർത്ഥന പാടി കഴിഞ്ഞാൽ അങ്ങയുടെ കാല് കെട്ടിയിരിക്കുന്നതോട് കൂടാം. ആ കാല് തമ്മിൽ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ചേട്ടനെ എഴുതി പോവാത്തത്. പാട വലിച്ചു കീറുന്ന പോലെ അവിടെ പോയിരുന്നത് പ്രാർത്ഥന ചെല്ലുന്നത്, അതിൽ തൂങ്ങി ചെല്ലുന്നു. ഈശ്വരഭക്തി നമുക്ക് ഏതായാലും ഉണ്ട്. കൃഷി കേരളത്തിൽ കാർഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ട് ജീവിതക്രമം രൂപീകരിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രബലമായ സമുദായം ഒരു തീരുമാനം. കൃഷി നമുക്ക് പോലും ഉണ്ടാകും. വീട്ടിൽ പച്ചവളവും വേപ്പലയും പോലും വളർന്ന ആളുകൾ ഇപ്പൊ നമ്മളിലില്ല. എല്ലാം പാണ്ടിക്കാരനെ മേടിക്കുന്നു. അപ്പൊ അത് പോയി അട്ടലക്ഷ്യങ്ങൾ. കച്ചവടം ഞാൻ പറഞ്ഞ് ചിന്തിക്കുന്നേ, കച്ചവടം ആക്കിയിരിക്കുന്നു. പലർക്ക് കച്ചവടക്കാരനുണ്ടായിരുന്നു, വന്ന് ചായ കച്ചവടക്കാരനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇപ്പൊ കൂട്ടി. കാരണം മാള് വന്നു കഴിഞ്ഞപ്പോ പണ്ട് മണിയാശനൊക്കെ പറയുമ്പോ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? എല്ലാം കൂടെ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞപ്പോ ശരിയല്ലേ? ചെറുകിട കച്ചവടങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കൈത്തൊഴിൽ നമുക്കൊല്ലാം ഉണ്ട്. ഈ നാട്ടിലെ കൈത്തറി, കള്ള്, കശുവണ്ടി ഇതുപോലുള്ള പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഈഴവന്റേതായിരുന്നു. ഒരെണ്ണം ഉണ്ടാ ഇല്ല. പിന്നെ ശാസ്ത്ര സാങ്കേതിക പരിശീലനം. ഗുരു ശാസ്ത്ര സാങ്കേതിക പരിശീലനത്തെ കുറിച്ച് പറയുമ്പോഴേ ഈ നാട്ടിൽ ഒരു താലൂക്കിൽ വെറും 5 തയ്യൽ മിഷൻ പോലും ഇല്ലാത്ത കാലഘട്ടമാണ് മൊത്തം. 5 തയ്യൽ മിഷൻ, അതായത് തുന്നിക്കൊടുന്ന ആളുകളാണ് കൂടുതൽ, മേറ്റുകാരില്ല. ആ കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തെ കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ കുറിച്ച് ലോകത്താദ്യമായിട്ട് ശിവഗിരിയിൽ കൈത്തൊഴിലും പ്രചരിപ്പിക്കാനായിട്ട് പിന്നെ മിഷനറിട്ട് കൊടുത്ത ആളാണ് ഗുരു. ഈ ഗുരുവിന്റെ അഷ്ടലക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിൽ എത്ര നോക്കുകൂടി എന്റെ പ്രിയപ്പെട്ട തീർത്ഥാടകർ, എന്റെ സംഘാടകർ ചിന്തിക്കണം. കൂടുതൽ കാര്യം പറഞ്ഞു നിങ്ങളെ കൂടുതൽ ഞാൻ വേദനിപ്പിക്കുന്നില്ല. ഇത്രയും കാര്യമൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിച്ചതിന് ഞാൻ വന്നതിൽ ഒരു പ്രസക്തിയില്ല. കാരണം എനിക്ക് നേരെ ജോലിയുടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് നേരെയുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരു പറഞ്ഞ തീർത്ഥാടന ലക്ഷ്യത്തിലോട്ടുള്ള പ്രയാണത്തിനകത്ത് ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാൻ പറ്റാത്ത ഒന്നിന്റെ പുറകെ പോകണ്ട. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കാര്യം എന്താണ്? ഗുരു നമുക്ക് ആരാണ്? നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമ്മളെ എങ്ങോട്ടാണ് ഗുരു കൊണ്ടുപോകേണ്ടത്? നേരായ മാർഗത്തിലൂടെയാണ് പോകുന്നത്. ഇവിടെ ജനാധിപത്യ പ്രക്രിയ വന്നു കഴിഞ്ഞപ്പോഴേ കുമാരനാശാന്റെ പേര് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് എഴുതി കൊടുത്ത ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. അന്നത്തെ MLA എന്ന് പറഞ്ഞ പോലെ MLC ഗുരു എഴുതി കൊടുത്തത്. എന്താണെന്നറിയാവോ? അധികാരങ്ങള്
ഉള്ളിടത്തെ അപ്പം കിട്ടുള്ളൂ. അധികാരം ഇല്ലാത്തടത്ത് നമുക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. മതേതരത്വം എന്ന ദാനം ചോദിച്ച് പല വാമനന്മാരും നമ്മുടെ ഭവനങ്ങളിൽ കയറി ഇറങ്ങും. എന്താണെന്നറിയാമോ? അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാതാളത്തിലൊക്കെ ചവിട്ടി താഴ്ത്തും. ആ പാതാളത്തിൽ ഇരുന്ന് വർഷത്തിൽ 5 വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം സ്ഥാനമാനങ്ങൾ സ്വപ്നം കാണാൻ പോലും അധികാരമില്ലാത്തൊരു വലിയ സമൂഹമായിട്ട് തീർന്നൊരു ഗതികേട് ഈ കേരളത്തിലെ ഈഴവന് മാത്രമുള്ള. കാരണം ഈ SNDP യോഗത്തിൽ 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനം ശ്രീ കേശവനെയും ആർ ശങ്കറിനെയും, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത ഒരു ഏറ്റവും മോശം സമുദായം, ഏറ്റവും കൂടുതൽ ദുഷ്കീർത്തി കേൾക്കുന്നതിന്റെ കാരണം സ്വന്തം സമൂഹത്തിൽ സ്വത്വബോധം ഇല്ലാത്തതുകൊണ്ടാണ്. സ്വത്വബോധം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളാരും രാഷ്ട്രീയം മാറണമെന്നോ നിങ്ങൾ പിടിച്ച കൊടിമാരെ പിടിക്കണമെന്നുള്ളതല്ല. മറിച്ച് അവകാശങ്ങൾക്കായിട്ട് ശബ്ദമുയർത്താൻ SNDP യോഗം 1903 രൂപീകരിക്കുമ്പോൾ ഈ കേരളം പോയിട്ട് ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതിന്റെ അച്ഛൻ പോലും ജനിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ അല്ലെ ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ തലവണ്ടിയായിരുന്നു SNDP യോഗം എന്നെങ്കിലും ചിന്തിച്ച് മനസ്സിൽ ഉറച്ചുകൊണ്ട് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കിയത് SNDP യോഗമാണ്. വാടപ്പുറം PK ബാവ ആദ്യമായിട്ട് തൊഴിൽ സംഘടനയുടെ കൊടിയെടുത്തു കൊടുത്തത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരു നേരിട്ട് കൊടുത്തില്ല, പരോക്ഷമായിട്ട് എന്റെ നാട്ടിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന സത്യവ്രത സ്വാമിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കിടങ്ങാമ്പുറമ്പ് വന്നിട്ട് വാടപ്പുറം PK ബാവയുടെ കയ്യിൽ അന്നത്തെ ഒരു വെള്ളി നാണയം കൊടുത്തിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞു, വരാൻ പോകുന്ന തൊഴിലാളികളുടെ കാലമാണ്, നിങ്ങൾ സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞുകൊണ്ട് ആ കൊടി പിടിച്ച്, ആ കൊടിയാണ് കേരളത്തിൽ ഉയർന്ന കൊടി. ആ കൊടിയിലൂടെ കടന്നു വന്ന ആളുകളാണ് സഖാവ് കൃഷ്ണപിള്ളയും D സുഗതനും ഒക്കെ. നിങ്ങൾ ഓർത്തോണം. അവരൊക്കെ പിന്നീട് ഞങ്ങളുടെ നാട്ടിലുള്ള SNDPയുടെ എല്ലാ യൂണിയന്റെ എന്റെ നാട്ടിലെ യൂണിയൻ സെക്രട്ടറി ഉണ്ടായിരുന്നത് സഖാവ് MB തണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിന്നീട് രാഷ്ട്രീയക്കാരനായിരുന്നു. അതുകൊണ്ട് SNDP ചെറിയ സംഘടനയല്ല. ആ പ്രസ്ഥാനത്തിലെ ചരിത്രമെങ്കിലും പ്രിയപ്പെട്ടവരെ, സംഘടന എന്നുള്ള വിഷയം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും തയ്യാറാകണം. നിങ്ങളെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശിവഗിരി തീർത്ഥാടന പദയാത്രത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങളും തിരിച്ചു വരുമ്പോൾ ആ കുടുംബത്തിലുള്ള അച്ഛനും മക്കളും കുഞ്ഞുങ്ങളും ചേർന്നുകൊണ്ട് പ്രാർത്ഥന തുടങ്ങി വെക്കുന്ന ഒരു സുദൃഢമായിട്ട് പ്രതിജ്ഞ എടുത്തിട്ട് പോകണം അവിടുന്ന്. കാരണം നമ്മുടെ വീട്ടില് ഈ പോകുന്ന ആളുകളുടെ പല വീടുകളിലും എനിക്കറിയാം മക്കള് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, ഒരു ട്യൂഷനാണ് പോകുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം വീടാണ് ആദ്യം നന്നാക്കേണ്ടത്. എല്ലാ അടുക്കളയിൽ തുടങ്ങുവാനാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അമ്മയും അച്ഛൻ മാവിളിച്ചുകൊണ്ട് പ്രാർത്ഥന ചെല്ലത്തില്ലല്ലോ. വരുമോ? ഏതെങ്കിലും അച്ഛന്മാരെവിടെയെങ്കിലും പ്രാർത്ഥനയിൽ കഴിക്കണ്ട. SIനെ കാണുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ സല്യൂട്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കരുത്. യുവമാർക്ക് വേണ്ടിയിട്ടാണ് നാഗമ്പലത്തിൽ പോസ്റ്റുണ്ട്, പാലം കിടന്നാലും കാരിത്താസ്. വായിച്ചാൽ പാലം കിടന്നാലും കാരിത്താസ് എന്താണെന്നറിയാമോ? യുവമാർക്ക് പ്രാർത്ഥനയില്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റേ നിലവിളി ശബ്ദത്തിന് വണ്ടി കൊണ്ടിയില്ലല്ലോ. കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവനെ അറിയാൻ പാടില്ലാത്തൊരു ഒരു ആംഗ്യം കാണിക്കുന്ന ഒരു വിഷയമുണ്ട് അവിടെ. താഴ്ത്താട്ട് മുകളിലായിട്ട് ഇവനെ എന്നിട്ട് നോക്കി കിടക്കുകയാണ്. അപ്പൊ ഈ മുട്ടയിടാൻ കോഴി നടക്കുന്ന പോലെ ഇവന്റെ ഭാര്യയും മക്കളും ഒക്കെ അതിന്റെ പുറത്തു കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. എന്നാന്നറിയാം, ഇതിലുള്ള കാശം മേടിച്ചിട്ട് വേണം പാലം കിടന്നാലും കാരിത്താസിന് ജീവിപ്പിക്കാൻ. എല്ലായിടത്തും ഒപ്പിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോ ആശുപത്രി കിടക്കുമ്പോ ആ വെളുത്ത കുപ്പായിട്ട ചേട്ടന്മാർ ഡോക്ടർ വന്നിട്ട് പറയും ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി 04 സൈനൈറ്റ് ഇറക്കി വിളിക്കാൻ പറയും മുകളിലായിട്ട്. ഇവൻ ആരെ വിളിക്കാൻ? നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ ചെന്ന് ആദ്യം ചോദിക്കുന്നത് എന്താണ്? ഒരു ചെക്ക് കിട്ടി, ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്കൂടെ അക്കൗണ്ട് ഉണ്ടാകുന്നല്ലേ ചോദിക്കുന്നത്. അക്കൗണ്ട് ഇല്ലാത്ത ആൾക്ക് ചെക്കുമാര് കിട്ടുമോ? അപ്പൊ ഈ കാരിത്താസിലൊക്കെ പോയി കിടക്കുമ്പോഴേ ഈ ചെക്കുമാര് കിട്ടണമെങ്കിൽ ഒരു 0 ബാലൻസ് അക്കൗണ്ട് ചേട്ടനായിട്ട് തുടങ്ങാൻ പറഞ്ഞു കേട്ടോ. ഒരു 0 ബാലൻസ് അക്കൗണ്ട്. അതുകൊണ്ട് ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും സ്വന്തം ജീവിതത്തിൽ അല്പമെങ്കിലും അതിന് പ്രഭാങ്കുലും സത്വതെ ഇരൽ തുരന്ന് നിങ്ങളുടെ ഉള്ളിലെത്തണം. സ്വന്തം വീട്ടില്
എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു സമയം കണ്ടുപിടിച്ചുകൊണ്ട് വൈകുന്നേരം നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കണം. ഭക്ഷണം കഴിക്കണം. എന്ത് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അമ്മ തീരുമാനിക്കണം അച്ഛൻ കൂടെ വന്നിട്ട് ഭക്ഷണം വിളമ്പുള്ളൂ. മക്കളും അച്ഛനും ചേർന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ സംസ്കാരത്തിന് ഉടലെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പദയാത്രാ സന്ദേശം നൽകിയതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശിവഗിരീശ്വരി ശാരദേ സതിരാസാക്ഷി ശരചന്ദ്രമരീചി ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഉദ്ഘാടനം ചെയ്ത സുരേഷ് പരമേശ്വരൻ സാർ, മറ്റ് ശാഖയുടെ സെക്രട്ടറി, വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളെ, പീതാംബരധാരികളായി ശിവഗിരി കുന്നിലേക്ക് യാത്ര തിരിക്കാൻ ഇവിടെ സന്നിധരായിരിക്കുന്ന ഭക്തജനങ്ങളെ, കൂടുതലായിട്ട് ഞാനൊന്നും ദീർഘിപ്പിക്കുന്നില്ല. സമയത്തിൻ്റെ പരിധി കൊണ്ട് എല്ലാവരും നല്ലൊരു കർത്തവ്യം നിർവഹിക്കാനുള്ള ഈ വേളയിൽ ഇപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമായി, ഒരുപാട് സമയം കടന്നുപോയി. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ശശി സാറ് അതിന് മുകളിലായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളിലെല്ലാം ധരിപ്പിച്ചു. ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് നിൽക്കുന്നത്. കാരണം ചെങ്ങന്നൂർ യൂണിയന്റെ കീഴിൽ ഏറ്റവും ചെറിയ ശാഖയായ 6331 നമ്പർ ശാഖയുടെ ഒരു ശാഖ അംഗവും പ്രസിഡന്റുമാണ് ഞാൻ. ഇവിടെ 26 നമ്പർ ശാഖയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 6331 നമ്പർ ശാഖ എന്ന് പറയുമ്പോൾ എത്രയോ ശാഖകൾ SNDP യോഗത്തിന്റെ കീഴിൽ രൂപം പ്രാപിച്ചിരിക്കുന്നു. ഇതിനെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവനെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തോടു കൂടി ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഞ്ഞ വസ്ത്രധാരികളായി നമ്മൾ ഇവിടെ സന്നിധികരായിരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ശിവഗിരി തീർത്ഥാടനം എന്ന മഹാലക്ഷ്യം മൂലൂർ എന്ന ആ മഹാവ്യക്തിയുടെ മനസ്സിൽ രൂപം പ്രാപിക്കുമ്പോൾ അദ്ദേഹം ചെങ്ങന്നൂർ ദേശത്തെ മെഴുവേലി എന്ന ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അതിൽ ഒരാള് വല്ലനയിലും. ഈ 5 മഞ്ഞക്കിളികളിൽ 2 പേര് ചെങ്ങന്നൂർ ദേശത്താണെങ്കിലും 80 വർഷം പൂർത്തീകരിക്കുവാണ് അവിടുത്തെ യൂണിയൻ ഉണ്ടായിട്ട്. അപ്പൊ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമം, ഈ 80 വർഷമായ യൂണിയനിലെ ഇതുവരെ ഒരു ശിവഗിരി തീർത്ഥാടനം നടത്തുവാൻ അന്നത്തെ സാരഥികൾക്ക് കഴിഞ്ഞില്ല. പല സാരഥികളും പല പ്രമുഖരും അവിടെ യൂണിയൻ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും ഇങ്ങനെ ഒരു ആശയം അവിടെ കൊണ്ടുവരാൻ ഒരു നേതൃത്വത്തിനും കഴിഞ്ഞില്ല. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കാം, 80 വർഷമായ ആ യൂണിയനിൽ നിന്നും കോട്ടയത്തിന്റെയും ചങ്ങനാശ്ശേരിയുടെയും സാരഥിയായ ബഹുമാനപ്പെട്ട സുരേഷ് പരമേശ്വരൻ സാർ അവിടെ പരമേശ്വരന്റെ രൂപത്തിൽ അവതരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹം എവിടെ കാലെടുത്ത് വെച്ചാലും ആ ദേശത്ത് ഒരു മുദ്ര പതിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം ചെങ്ങന്നൂർ പല ഗുരുദേവൻ വന്ന് പല ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചെങ്ങന്നൂർ ദേശത്തെ ഉണർത്തിയെടുക്കുവാൻ അദ്ദേഹം അവിടെ തണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം അവിടെ ചികഞ്ഞെടുക്കുകയുണ്ടായി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും, ചെങ്ങന്നൂർ പാറയ്ക്കൽ ഗുരുദേവൻ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരിപ്പുറത്തു നിന്നും നമ്മുടെ അദ്വൈതാശ്രമത്തിലേക്കുള്ള യാത്ര മധ്യേ ചെങ്ങന്നൂർ പാറയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുകയും അവിടെ ഒരു ഭവനത്തിൽ ദാഹജലത്തിന് വേണ്ടി എത്തുകയും ചെയ്തപ്പോൾ ആ ഭവനത്തിൽ നിന്ന് എന്തോ ഗുരുദേവനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവര് വെള്ളം കൊടുത്തില്ല. തിരിച്ച് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരുപാട് പാറകൾ നിറഞ്ഞ ആ സ്ഥലത്ത് വന്നിരിക്കുകയും ഭഗവാന്റെ തൃക്കരങ്ങളാൽ ഒരു പാറ ഇളക്കി മാറ്റുകയും ചെയ്തു. അതിൽ നിന്നുണ്ടായ ആ തീർത്ഥജലം ഇപ്പോഴും നിറകവിഞ്ഞൊഴുകുകയാണ്. വരണ്ട വേനൽക്കാലത്ത് പോലും നല്ല ശുദ്ധജലം, നല്ല മോട്ടോർ വെച്ച് അടിക്കുന്ന പോലെ ആ തീർത്ഥജലം അവിടുന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പുണ്യഭൂമിയായ ആ ചെങ്ങന്നൂർ ദേശത്തിന് ഒരു തീർത്ഥാടന ലക്ഷ്യം കൊണ്ടുവരാൻ അവിടുത്തെ ജനതയ്ക്ക് കഴിഞ്ഞില്ല.
ഞങ്ങളുടെ ഭാഗ്യം എന്നോണം ഈ വരുന്ന 28-ാം തീയതി ചെങ്ങന്നൂർ 1ാമത് ശിവഗിരി പദയാത്ര തുടങ്ങുകയാണ്. അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സുരേഷ് പരമേശ്വരൻ സാറാണ്. എത്ര വാക്കുകൾ കൊണ്ടും പറഞ്ഞാലും തീരാത്തത്ര നന്ദി അദ്ദേഹത്തോട് ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹം വന്ന് അവിടെ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളിലും നിൽക്കുന്ന യൂണിയനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം ഒരുപാട് ശാഖകൾ പല മൈക്രോ ഫിനാൻസിന്റെ പല പ്രശ്നങ്ങളിൽ വെള്ളത്തിൽ മുങ്ങി താന്നിട്ടും അദ്ദേഹത്തിന്റെ കരങ്ങളാൽ അവരെ എല്ലാം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടുന്ന ശാഖകളിൽ പോലും മൈക്രോയുടെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി തരുവാനും ഇങ്ങനൊരു തീർത്ഥാടന ലക്ഷ്യം അവിടെ കൊണ്ടുവരാനും സാറിനെ കൊണ്ടാണ് കഴിഞ്ഞത്, മറ്റാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ശശി സാർ പറഞ്ഞ പോലെ നമ്മൾ സംഘടിതരാകാൻ പല ബുദ്ധിമുട്ടുകളും നമ്മുടെ സമുദായവും യോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർത്തും ഒരു ഗുരുദേവ ഭക്തൻ SNDP യോഗത്തെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നിരന്തരം ഫേസ്ബുക്കിലും പല ഗ്രൂപ്പുകളും ജനറൽ സെക്രട്ടറിയെ കുറിച്ചുള്ള പല പരാമർശങ്ങൾക്കും എതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഗ്രൂപ്പിൽ അടിച്ചു നോക്കിയാൽ മതി, സതീഷ് ശേഖരൻ എന്നുള്ള ഇത് നോക്കിയാൽ അറിയാം. നിരന്തരം SNDP യോഗത്തിനെതിരെ ആര് കമന്റ് ഇട്ടാലും അതിനെതിരെ നിരന്തരം പോരാടുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കണം, ആർ ശങ്കറിന് ശേഷം SNDP യോഗം എന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്ത് വന്നതിന് ശേഷമാണ്, അല്ലാതെ മറ്റാരും വന്നതിന് ശേഷമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല രാഷ്ട്രീയക്കാരായിരിക്കും, നമുക്ക് പല രാഷ്ട്രീയമുണ്ട്, അതിലൊന്നും നമ്മൾ മുന്നോട്ട് പാടുന്നത് നമ്മുടെ പല യൂണിയനും ശാഖയുടെ നേതൃത്വം വഹിക്കുന്നവർ പല രാഷ്ട്രീയ പ്രമുഖരാണ്. പക്ഷെ നമ്മൾ പിടിക്കേണ്ട ഒരു കൊടിയുണ്ട്. ഈ ഭഗവാൻ നമുക്ക് തന്ന ഈ പീതപതാക അത് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കൂടെ നിന്നോട് നമ്മൾ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഒന്നാകത്തുള്ളൂ. കാരണം നിരന്തരം നമ്മളെ പല രാഷ്ട്രീയക്കാരും താഴോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ നോക്കിയാൽ നമുക്ക് എന്തെല്ലാം നേടിത്തരാനായിട്ട് ജനറൽ സെക്രട്ടറി ഇറങ്ങിയാലും അതിനെതിരെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഓരോ കമന്റുകൾ ഇട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. കാരണം അവർ മനസ്സിലാക്കുന്നുണ്ട്, എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും അതിനെതിരെ സംസാരിക്കാൻ ഒരു ഈഴവരും ഇറങ്ങുന്നില്ലെന്നുള്ളൊരു തന്റെ ഇടമാണ് അവർക്ക്. അത് മാറ്റി കൊടുക്കണം. കാരണം ഇനി വരുന്ന തലമുറയിൽ ഇങ്ങനൊരു ജനറൽ സെക്രട്ടറിയോ ഇങ്ങനൊരു നേതൃത്വം നമുക്ക് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ട കരുക്കൾ നീക്കിയാൽ മാത്രമേ നമ്മുടെ വരും തലമുറകൾ അത് കണ്ടു പഠിച്ച് SNDP യോഗത്തെ പിടിച്ചു നിർത്താനുള്ള തന്റെ ഇടം കാണിക്കത്തുള്ളൂ. ബഹുമാനപ്പെട്ട തുഷാർജി എന്തുവേണ്ടി കാര്യങ്ങളാണ് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും നമ്മൾ മനസ്സിൽ കാണിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SNDP യോഗം ജനറൽ സെക്രട്ടറി അതിന്റെ വൈസ് പ്രസിഡന്റായി തുഷാർജിയും ഇല്ലെങ്കിൽ നമ്മൾ പലരുടെ മുന്നിൽ തല ഒഴിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എല്ലാം അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കും, വില കൂടിയ കാറുകളിലൊക്കെ അവർ വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ഉറക്കമില്ലാതെയാണ് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഓക്സിജൻ സിലിണ്ടർ വരെ വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. കാരണം അദ്ദേഹത്തിന് ഉറക്കമില്ല. ഈ ഒരു സമൂഹത്തിന് വേണ്ടി അദ്ദേഹം 48 മണിക്കൂറും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ എങ്ങനെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു, അതേ ഉത്തരവാദിത്തമാണ് ജനറൽ സെക്രട്ടറി ഏറ്റെടുത്തേക്കുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ ഇവിടെ സന്നിധനാകുന്നില്ല. കാരണം സമയം ഒരുപാട് അതിക്രമിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള ഇവിടുത്തെ തീർത്ഥാടനം, പരിമല പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ഞാൻ പല തീർത്ഥാടനങ്ങളും അതിലെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. നമ്മുടെ തീർത്ഥാടനം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടൊന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം, പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല. കാരണം ടൗൺ മേഖലയിൽ നിന്നും ഒത്തിരി ഉള്ളിലേക്ക് മാറിയ ഒരു ക്ഷേത്രമാണ്. ഈ കഴിഞ്ഞ വർഷവും ഞാനിങ്ങനെ വിഷമിച്ച് ക്ഷേത്രത്തിന്റെ അവിടെ നിൽക്കുക, എന്നേലും ഒരു തീർത്ഥാടനം നമ്മുടെ ക്ഷേത്രത്തിൽ വരുമോ എന്ന്. അതിനൊരു 10-20 ദിവസം കഴിയുമ്പോഴാണ് ഇവിടുന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. നിങ്ങളുടെ ഈ തീർത്ഥാടനത്തിന്റെ സാരഥികളായ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച വ്യക്തിത്വങ്ങൾ എന്നെ ഫോൺ ചെയ്യും, ശാന്തി ഞങ്ങൾ ഇന്ന പോലെ ഇന്ന സ്ഥലത്തു നിന്ന് വരികയാണ്, ഞങ്ങളുടെ തീർത്ഥാടനം ഇന്ന ഏരിയയിലൂടെയാണ് കയറി പോകുന്നത്, ശാന്തിയുടെ ഒരു സഹകരണമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ എന്റെ ഗുരുദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുക, എന്റെ ദേവൊക്കെ ആകെ പെരുത്ത് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിച്ചു. കാരണം ഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം തന്നൊരു ദിവസമാണ്. എന്റെ ആഗ്രഹം അത് ഭഗവാൻ നിങ്ങളിലൂടെ സാധിച്ചു വന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ വന്നാണ് ക്ഷേത്രത്തിൽ
ഭയങ്കര ഒരു അനുഭവം. ഒരിക്കലും ഒരു തീർത്ഥാടനം കടന്നു വരാത്ത ഒരു ക്ഷേത്രമാണ്. അവിടെ ഇപ്പൊ രണ്ടാമതും നിങ്ങളുടെ പാദപ്രശ്നം കൊണ്ട് പുണ്യമാകുക. അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന, അതിനുവേണ്ടി ഇവിടെ പരിശ്രമിക്കുന്ന അതിന്റെ സാരഥികൾ ഓരോ ഗുരുദേവ ക്ഷേത്രങ്ങളിലും പോയി ഭക്തർക്ക് വേണ്ടിയുള്ള അന്നദാനവും വെള്ളവും അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ വേണ്ടി അവർ ദിവസങ്ങളോളം ആ യാത്രയിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവർ ആ സന്ദർഭം ഒരുക്കി തരുന്നത്. പ്രത്യേകിച്ച് അവർക്ക് നിങ്ങൾ പ്രത്യേകം സ്നേഹവും നന്ദി നിങ്ങൾ നൽകേണ്ടതാണ്. കാരണം ഒരുപാട് പേരുടെ നിർദ്ദേശങ്ങളും ഒരുപാട് പേരുടെ അടുക്ക ചെന്ന് സംസാരിച്ചുമാണ് ഈ 6-7 ദിവസം നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ഒരുക്കി തരുന്നത്. അവരിപ്പോ 2-3 പ്രാവശ്യമായിട്ട് എന്നെ കാണാൻ ക്ഷേത്രത്തിൽ അവർ വരുമ്പോൾ പ്രത്യേക ഒരു അനുഭവം എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ അവിടുന്ന് അവർക്ക് വേണ്ട ആഹാരമെല്ലാം ഒരുക്കി കൊടുത്തു. അവരെ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് പ്രത്യേക ഒരു സന്തോഷവും സ്നേഹവും, കാരണം ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് അവർ എനിക്ക് നേടിത്തന്നത്. ഈ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു തീർത്ഥാടനം എന്റെ ക്ഷേത്രത്തിൽ എത്തിക്കുവാൻ അവർക്ക് വേണ്ടി ഭഗവാൻ അവതരിച്ചാണ് അവർ മുന്നിൽ. എന്റെ ഒരു പ്രാർത്ഥന അത് സാധിച്ചു തരുവാൻ വേണ്ടി ആ ഒരു രണ്ടാമത്തെ തീർത്ഥാടനവും എന്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അവിടുത്തെ എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകവേളയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തീർത്തുന്നില്ല. ഈ പീതാംബരധാരികളായ എല്ലാ ഭക്തർക്കും ഇതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ നേതൃത്വങ്ങൾക്കും ബഹുമാനപ്പെട്ട ഈ ശാഖയുടെ സെക്രട്ടറി, ഞാൻ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. 1300 ശാഖയെ നയിക്കുന്ന ഒരു സെക്രട്ടറി, ഞാൻ അഭിമാനം കൊണ്ടു. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും അദ്ദേഹത്തിന്റെ ആ ഒരു ചൊറുചൊറുപ്പും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും വീടിനെയും ഇത്രയും ശാഖ അംഗങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സെക്രട്ടറിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു 10 രൂപയുള്ള ഞങ്ങളുടെ മാസവരി. ഞാൻ അതിശയിച്ചു പോയി. എന്റെ ശാഖ 400 രൂപയാണ് മാസവരി. 40 വീടേ ഉള്ളൂ. ആ 400 രൂപ കിട്ടിയാലേ അവിടുത്തെ കാര്യങ്ങളാണ്. അത് വെച്ച് നോക്കുവാണ് നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്ത. ആ സെക്രട്ടറി എന്തോ എളിമയോടെ എന്നോട് പറഞ്ഞു 10 രൂപയേ ഉള്ളൂ ഞങ്ങളുടെ വീടിന് മാസവരി. അത് ഒന്നിച്ചാണ് മേടിക്കുന്നത്. അദ്ദേഹം ഒരു ഗുരുവിന്റെ ഒരു വേറൊരു അവതാരം പോലെ ഞാൻ കണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആ സെക്രട്ടറിക്ക് പ്രത്യേകം ഞാൻ എൻ്റെ പേരിലും എൻ്റെ നാടിന്റെ പേരിലും ഞാൻ ആശംസ അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ വേദിയിലും സദസ്സിലും സന്നിധരായ എല്ലാവർക്കും പാണ്ഡനാടനോർത്ത് മുറിയായ്ക്കൽ ശാഖയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഗുരുദേവ നാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് SNDP യോഗം, ജയ് ഗുരുധർമ്മ. അടുത്തതായി ആദ്യ പദയാത്രയിൽ പങ്കെടുത്ത സ്ഥാപകാംഗങ്ങൾക്കുള്ള മംഗളപത്ര വിതരണമാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ശാഖാ പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ അറുപതിൽ, ശാഖാ സെക്രട്ടറി ശ്രീ സൈജുറ്റി കാതിരപ്പള്ളി, ശാഖാ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവം, ക്യാപ്റ്റൻ ശ്രീ ഷാജൻ പടത്തിക്കളം, ശ്രീ AK ബാബു പെരുന്തുരുത്തിൽ, കൺവീനർ ശ്രീ TB പ്രസാദ് തകടിയൽ, ക്യാപ്റ്റൻ ശ്രീ ചന്ദ്രദാസ് അറുപതിൽ, കോർഡിനേറ്റർ ശ്രീ സജീവ് അറുപതിൽ, അതിന്റെ കമ്മിറ്റി ശ്രീ സുരേഷ് തൈപ്പറമ്പിൽ, അടുത്ത വനിതാ ക്യാപ്റ്റൻ ശ്രീ അജിത ജയപ്രകാശ് പെരുന്തുരുത്തിൽ, ശ്രീമതി ഓമന പുത്തപ്പറമ്പിൽ, ശ്രീ സജീവ് കല്ലുകടവിൽ, ശ്രീ അജിത് സി മോഹൻ, ശ്രീമതി ആശാ ദീപു കാവനാൽ, ശ്രീമതി ബീന ജയൻ ഇല്ലപ്പള്ളി പറമ്പ്, മഠത്തിൽ, ചെയർമാൻ ശ്രീ AK ബാബു 2 വാക്ക് സംസാരിക്കും. സദസ്സിലിരിക്കുന്ന വ്യക്തികളെ
പദയാത്ര തുടക്കം കുറിച്ചുകൊണ്ട് മറിയപ്പള്ളി സന്നിധി ശാഖയിലെത്തിയപ്പോൾ നമ്മുടെ പദയാത്ര ഏതാണ്ട് 5 ജില്ലകളാണ്, ഏതാണ്ട് 9ഓളം യൂണിയനാണ്, 34 SNDP-കളാണ്. 30-ാം തീയതി ശിബിരത്തിൽ എത്തിച്ചേരുന്നതാണ്. ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹത്തോടു കൂടി പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊന്നും വിദ്യാഭ്യാസം ചെയ്യുന്നു. വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പ്രിയാദേവി അശ്വതി 2 വാക്ക് സംസാരിക്കും. ഈ 93ാമത് ശിവഗിരി പദയാത്രയുടെ ഈ ധന്യമായ മുഹൂർത്തത്തിൽ 2ാമത് പദയാത്ര നമ്മുടെ ഈ മറിയപ്പള്ളി ശാഖയിൽ നിന്ന് ആരംഭിക്കുന്നതിന് ഈ പദയാത്രികർക്ക് ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ എല്ലാ കൃപാകടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. യൂത്ത് മൂവ്മെന്റിന്റെ സെക്രട്ടറി ശ്രീ വിഷ്ണു ബാലൻ കുത്തപ്പറമ്പ്. 93ാമത് ശിവഗിരി പദയാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ ശാഖായോഗത്തിൽ നടക്കുന്ന 2ാമത് സംഘടിപ്പിക്കുന്ന ശിവഗിരി പദയാത്രയ്ക്ക് യുദ്ധഭവനിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറത്തിന്റെ സെക്രട്ടറി ശ്രീ VP പ്രസന്നൻ. സംപൂജിതരായ ഗുരുജനങ്ങളെ, നമ്മുടെ ശാഖയിൽ നിന്നും പുറപ്പെടുന്ന 2ാമത് ശിവഗിരി പദയാത്രയിൽ പങ്കാളികളാകുന്ന നിങ്ങൾ ഓരോരുത്തരും പഞ്ചശുദ്ധിവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അഷ്ടലക്ഷ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഈ തീർത്ഥയാത്രയിൽ എല്ലാവരും ഒരേ മാലയിൽ കോർത്ത മുത്തുമണി പോലെ ഒരേ രീതിയിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറത്തിന്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുദേവധർമ്മം ചെയ്യട്ടെ. ശ്രീനാരായണ കൃതി പഠന കേന്ദ്രത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ രഞ്ജിത്ത് KR-നെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കും. ഈ ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ 2ാമത്തെ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അതുപോലെ നമ്മുടെ ഈ യാത്രകൾ, ഈ പദയാത്ര ഒരു വൻ വിജയമായി തീരുവാനും അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും പദയാത്രികർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഈ യോഗത്തിന്റെ കരുത്തിന് രേഖപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തേ അന്യർക്കു ഗുണം ചെയ്വതിനായോ സ്വഭാവസം ധന്യത്വമടങ്ങാത്മതപസ്സും പിടി ചെയ്യുവോ സന്യാസികളിൽ ഇങ്ങനെയില്ലമിയെന്ന വന്യാശ്രമമേലും നവരും ശ്രീ ഗുരുമൂർത്തേ വാദങ്ങൾ ചെവിക്കൊണ്ടു മതപോരുകൾ കണ്ടും മോദസ്ഥിതരായെന്നു വസിപ്പൂ മല പോലെ വേദാഗമസാരങ്ങളറിഞ്ഞൊരുവൻ താൻ വേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ മോഹാങ്കുലരാം ഞങ്ങളെ അങ്ങേടിയടിപ്പൂ സ്നേഹാത്മകമാപാശമതിൽ കേട്ടിടപ്പൂ ആഹാബഹുലക്ഷം ജനമങ്ങേ തിരുനാമം വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ അങ്ങേ തിരുമുള്ളൂറിയൊരൻപിൻ വിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതചിരം നിന്നുകൾ പോൽ ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ശിക്ഷണചന്ദ്രൻ ഒരുപാടി ദിവാകരരുയരും പടിവാരൊടു നീരനാദികളും കെടുമാറുകിടന്നു മരുന്നൊരു നിൻ വടിവെന്നു വിരുന്നു വിളങ്ങിടണം ഇടനേനു കൺമുനയെന്നിലതിന്നടിയെന്ന വിലാസമുമാപതിയേ ജഡമിന്നിത കൊണ്ടു ജയിക്കുമിതിനിടയില്ലതിരിപ്പതിലൊന്നിലുമേ നിലമോടു നിരപ്പു നിരന്നൊഴുകും ജലമാസുധനം പരമഞ്ചിലുമേ
ഇരുളേ